ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെസിറിക്സിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്നാണ് വോട്ടിംഗ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഈ സ്കീമിനകത്ത് വരുന്ന ചേഞ്ചസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എസ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾ വെസിറിക്സിന്റെ ട്വിറ്ററിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വന്നിട്ടുള്ള ട്വീറ്റിനകത്ത് ആ ബ്ലോഗിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലെന്ന് നേരെ അവിടെ പോയാൽ മതി. പക്ഷേ ഞാൻ വീഡിയോയിൽ ഷോർട്ടായിട്ട് എല്ലാം പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പം എന്തിനാണ് ഇത് ചെയ്യണേ എന്നുള്ളതൊക്കെ മുൻപ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം ഞാൻ അത് ഓവർവ്യൂ ഇട്ട്. എസ് രണ്ട് വോട്ടിംഗ് ആയിരിക്കും വരെ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നോ ചൂസ് ചെയ്യാന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എസ് ചൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക, നോ ചൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. അതിന് മുൻപ് മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് ഈ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം, ആദ്യം ഒരു ടൗൺ ഹാൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടൗൺ ഹാൾ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ആണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി ജോയിൻ ചെയ്യാം. അതിന് ലിങ്ക് ഇവർ അയച്ചു തരുന്നുണ്ടാവും. ടൗൺ ഹാൾ സെറ്റ് ചെയ്തേക്കണത് 30 ജൂലൈ 5:30 ഇന്ത്യൻ ടൈം 5:30 ഈ ഒരു ബ്ലോഗ് ഈ ഒരു ടൗൺ ഹാൾ അവർ സെറ്റ് ചെയ്തേക്കണത്. ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. അതിനുശേഷം റീവോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പറഞ്ഞാൽ അതേ ദിവസം 7:30 സ്റ്റാർട്ട് ചെയ്യും. അതായത് 30 ജൂലൈ മുതൽ ഓഗസ്റ്റ് 6 വരെയാണ് ഈ ഒരു റീവോട്ടിംഗ് ടൈം വരുന്നത്. അപ്പം ഈ റീവോട്ടിംഗ് നമ്മളെ പോലുള്ള യൂസേഴ്സ്, നിങ്ങൾ വെസിറിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ളൊരു മെയിൽ വരും. നിങ്ങൾക്ക് അതിനകത്ത് എസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. സോ മിക്ക ആൾക്കാരും എസ് എന്നായിരിക്കും കൊടുക്കേണ്ടത്. അതിന് മുൻപ് എസ് എന്നെല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോടതിയിലെ പ്രശ്നങ്ങളൊക്കെ വന്നത്. സോ സ്വാഭാവികമായിട്ടും വീണ്ടും എസ് എന്ന് കൊടുത്താൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, എന്തൊക്കെയാണ് നോ എന്ന് കൊടുത്താൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇവർ പറയുന്നതനുസരിച്ച് റീവോട്ടിങ്ങിന്റെ ഡേറ്റ് പീരീഡ് ഇതാണ്. അത് കഴിഞ്ഞ് ഇപ്പം എസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് ഉണ്ടല്ലോ, ഈ വോട്ടിങ്ങിന്റെ റിസൾട്ട് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ആൾക്കാരെ വെച്ചിട്ട് എന്താണ് ഈ സംഭവം, കറക്റ്റ് ആണോ റോങ് ആണോ, മീൻസ് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. കാരണം ഇവർ തന്നെ ഇന്റേണലി ഈ വോട്ടിംഗ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്രിമം കാണിച്ചു എന്ന് കാണിക്കും. അതുകൊണ്ട് ഇതില്ലാണ്ട് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് അസസറിനെ വെച്ചിട്ട് വോട്ടിംഗ് എല്ലാം വെരിഫൈ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് ഇവർ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യും. ഇവിടെ സെറ്റ് വിൽ ദെൻ മേക്ക് ആൻ അപ്ലിക്കേഷൻ ടു ദ കോർട്ട് ഓഫ് അമെൻമെന്റ് സ്കീം. ഈ ഒരു സ്കീമിനെ കുറിച്ച് വീണ്ടും ഒരു കോർട്ടിനകത്ത് ഫയൽ ചെയ്യും. അതിനുശേഷം SEC ഇതിപ്പം അവരുടെ കോർട്ട് ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10 ബിസിനസ് ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ടോക്കൺസ്, നിങ്ങളുടെയൊക്കെ വെസിറിക്സിനകത്ത് ഇപ്പം കിടക്കുന്ന ടോക്കൺസ്, ആ കിടന്ന ടോക്കൺസ് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണോ കിടക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. റീബാലൻസ് ആയിട്ട് കിടക്കുന്ന എത്രയാണോ ടോക്കൺസ് കാണിക്കുന്നത് നിങ്ങളുടെ വെസിറിക്സ് അക്കൗണ്ട്, അത് നിങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറയുന്നത്. 10 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നതാണ്, ഫെസിലിറ്റേറ്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫുൾ അന്ന് തന്നെ കിട്ടുന്നല്ല, മേ ബി കുറച്ചായിട്ടായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങൾ മൈൻഡിൽ വയ്ക്കാം. മേ ബി ഒരുമിച്ചും എങ്ങനെ വേണമെങ്കിലും ഇവർ ചെയ്യാം, ഡിപ്പെൻസ് ആണ്. മേ ബി മന്ത്ലി ഇത്ര രൂപ ഇത്ര ടോക്കൺ എന്നോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം കൂടി എങ്ങനെ വേണമെങ്കിലും അവർ തരും, അത് നമുക്കറിയില്ല. അപ്പം അതാണ് അവർ പറഞ്ഞേക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ സംഭവം സെറ്റ് ആവുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം എന്താണ് ഈ ഒരു ഇതിനകത്ത് ചേഞ്ച് ചെയ്തേക്കുന്നത്, ഇതിന് മുൻപ് നമ്മൾ എസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് മുൻപ് എസ് പറഞ്ഞ ഈ എസ് നോ എന്ന് പറഞ്ഞ സംഭവത്തിൽ എന്തായിരുന്നു ഫസ്റ്റ് ഈ ഒരു സ്കീമിനകത്ത് ഉള്ളത്, നമ്മൾ എസ് കൊടുക്കണം നോ കൊടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ഉള്ളതെന്നാണ്. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നിൽ എസ് കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസിനകത്ത് ഇവർ പറയുന്നത് നമ്മൾ ബാലൻസ് കൊടുക്കും, നമ്മൾ സ്വന്തമായിട്ട് ഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് നമ്മൾ എല്ലാവരും കൊടുക്കുന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കീ പോയിന്റ്സ് മെൻഷൻ ഇൻ വെസിറിക്സ് വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതാണ് സംഭവം. എന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് എന്താണ് ഇപ്പൊ സംഭവിക്കുക എന്ന് പറഞ്ഞുതരാം. ഇഫ് യൂസർ സെലക്ട് യെസ്, നിങ്ങൾ എസ് ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടോക്കൺസ് തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഫാസ്റ്റർ റിക്കവറി, യൂസർ റിസീവ്സ് ആക്സസ് ടു റിക്കവേർഡ് അസറ്റ്സ്, റീബാലൻസ്ഡ് ടോക്കൺ ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ, അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് ക്രിപ്റ്റോ ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ക്രിപ്റ്റോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ ചെയ്യാം. ആസ് യൂഷ്വൽ ട്രേഡ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട്. നിങ്ങൾ 85% ഫണ്ടായിരിക്കും അവർ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബാക്കിയുള്ളത് ഹാക്കായി പോയിട്ടുള്ള മറ്റുള്ള ഫണ്ട് ഇവർ ഡെക്സ് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ലീഗലായിട്ട് എല്ലാ സംഭവങ്ങളും സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും അസറ്റ്സ് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വെസിറിക്സിന്റെ തന്നെ പ്ലാറ്റ്ഫോം വീണ്ടും റീ ഓപ്പൺ എന്നാണ് പറഞ്ഞ ഉറപ്പില്ല. മേ ബി ഒരു വീണ്ടും വെസിറിക്സിന്റെ പ്ലാറ്റ്ഫോം ഹാക്ക് നടത്തിയ ശേഷം വീണ്ടും റീ ഓപ്പൺ ആവും എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എസ് അല്ല നോ ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ലോങ് ഡിലേസ് എടുക്കാം. വീണ്ടും ഇത് പുതിയൊരു സംഭവം കൊണ്ടുവന്ന് സ്ട്രക്ചർ കൊണ്ടുവന്ന് കേസിന്റെ പിന്നാലെ നടന്ന് ഇപ്പം വേറെ സെൻസൂയി എന്ന് പറഞ്ഞ കമ്പനിയും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ മാക്സിമം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിട്ടുന്ന ഫണ്ട് ലാഭം എന്നുള്ള രീതിയിൽ, നമ്മുടെ ഫണ്ട് തന്നെയാണ് ലാഭം എന്നല്ല, നമ്മുടെ ഫണ്ട് കിട്ടുന്നത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ എസ് കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പല ആൾക്കാരും നോ കൊടുക്കേണ്ട, അവരെന്തായാലും വലിപ്പിച്ചിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞു, ഇനി നമുക്ക് ഫണ്ട് കിട്ടിയില്ല. സോ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വട്ടം ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടാണ് ഈ സിംഗപ്പൂർ കോർട്ടിൽ പ്രശ്നങ്ങൾ വന്നതും ഈ പുതിയ കമ്പനികൾ വന്നും വീണ്ടും നീണ്ടും പോയത്. സോ ഇനി അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന എസ് കിട്ടി കഴിഞ്ഞാൽ മേ ബി ബൈ മിഡ് ഓഫ് നെക്സ്റ്റ് മന്തോ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബറിലൊക്കെ നമുക്ക് ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നോ ആണെന്നുണ്ടെങ്കിൽ ലോങ് ഡിലേസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 2027 2030 വരെയൊക്കെ നീളാനുള്ള സാധ്യതകളുണ്ട് ഫണ്ട് കിട്ടാൻ. പിന്നെ കുറച്ച് ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് അതർ ലിക്വിഡേഷൻ കോസ്റ്റ് അങ്ങനെ കുറെ കാശായിട്ട് ഇവർ വീണ്ടും പൈസ എടുക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതെല്ലാം അവർ ചെയ്തേക്കുന്നത്. കേസ് നടത്താനും കോയിൻ സ്വിച്ചിന് കൊടുക്കാനൊക്കെ ഇവർ നമ്മുടെ നല്ല ഫണ്ട് എടുത്തേക്കണം. ഇവൻ ഡെക്സ് കൊടുക്കാനൊക്കെ ഇല്ല. അപ്പോൾ അതിന് കുറെ ലോവർ റിക്വയർസ് കുറച്ച് ഫണ്ട് തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള രീതിയിലുണ്ട്. മാർക്കറ്റിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടില്ല. മേ ബി 2 വർഷം കഴിഞ്ഞാൽ
മേ ബി മാർക്കറ്റ് വീണ്ടും ബെയർ മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് കിട്ടില്ല എന്ന് പറയുന്നു. ഡെക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിലുള്ള പ്രോഫിറ്റ് ഒന്നും നിങ്ങൾക്ക് ഇവർക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എസ് വോട്ട് ചെയ്യാനേ തോന്നുള്ളൂ. കാരണം നമുക്ക് ഈ വർഷം തന്നെ ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് തന്നെ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ തീർച്ചയായിട്ടും എസ് ഇതാണ് സംഭവം. ഇതായിരുന്നു ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഇപ്പോൾ ചേഞ്ച് വന്നേക്കണേന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കാരണം ആദ്യം സെൻമൈ എന്ന് പറഞ്ഞിട്ടുള്ള സെട്ടൈ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി വഴിയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നത്. പക്ഷേ സിംഗപ്പൂർ കോർട്ട് ഇതെല്ലാം സെൻമൈ വഴി നടത്തണം എന്ന് പറഞ്ഞു. ഇന്ത്യയിലുള്ളത് സെൻമൈ ആണ്. അപ്പം ആ ഒരു വൺ ഓഫ് ദ കീ ചേഞ്ചസ് ഇൻ ദ അമെൻമെന്റ് സ്കീം ഓഫ് അറേഞ്ച്മെന്റ് ഈസ് ദിസ്: once the scheme becomes effective, Zenmai will now facilitate access token. അതായത് സെൻമൈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വെസിറക്സ് എന്ന് പറഞ്ഞ കമ്പനി സെൻമൈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ആ കമ്പനി ആയിരിക്കും ഈ പറഞ്ഞ ഓപ്പറേഷൻസ്, ഈ പേയ്മെന്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ടാവുക. പഴയതിലത് സെറ്റൈ ആണ് ഇതെല്ലാം കൊടുക്കാൻ ബാധ്യസ്ഥനായിരുന്നത്. അത് മാറി എന്നുള്ളതാണ് പറയണത്. പിന്നെ ബാക്കിയെല്ലാം വലിയ രീതിയിലൊരു ചേഞ്ചസ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വീണ്ടും പറയണത്. എന്തുകൊണ്ടാണ് ഈ ഒരു റീവോട്ടിംഗ് വീണ്ടും നടത്തണേ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സിംഗപ്പൂർ കോർട്ടിനകത്ത് ഇപ്പം നമുക്കറിയാം, സിംഗപ്പൂർ കോർട്ടിനകത്ത് ഈ ക്രിപ്റ്റോ ഡിജിറ്റൽ കറൻസി ഒക്കെ വരുന്നതിൽ ഒരു സ്പെഷ്യൽ ലൈസൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലൈസൻസ് ഇല്ല എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവർ സെൻസൂയിലാണ് കമ്പനി എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ലൈസൻസ് ഒക്കെ അനുസരിച്ച് ഇങ്ങനെ ഒരു സംഭവം വേണമെന്നാണ്. ദ സ്കീം വാസ് അമെൻഡഡ് ബിക്കോസ് എ ചേഞ്ച് ഇൻ ദ റെഗുലേറ്ററി ലാൻഡ്സ്കേപ്പ് ഇൻ സിംഗപ്പൂർ. അവിടുത്തെ റെഗുലേഷൻ ചേഞ്ചസ് വന്നതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം കാരണം മുൻപത്തെ ഇതിനനുസരിച്ച് സെറ്റൈ എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം ഈ സിംഗപ്പൂർ രജിസ്റ്റേഡ് ആയിട്ടുള്ള കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ലൈസൻസ്ഡ് ആയിരിക്കണം. സോ ഇത് അവിടെ ലൈസൻസ്ഡ് അല്ലാത്തത് കൊണ്ട് സെൻമൈ എന്നുള്ള കമ്പനി മുഖാന്തരമാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മെയിൻ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, സെൻമൈ വഴിയാണ് സംഭവങ്ങൾ കിട്ടണമെന്ന് പോലെ ആ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ്, അതിനുവേണ്ടി മാത്രമാണ്. ഇപ്പം ഈ ഒരു പുതിയ വോട്ടിങ്ങിനകത്ത് ഇവർ ക്ലിയർ ആയിട്ട് ഈ കാര്യം പറയുന്നത് സെൻമൈ വഴി ഫണ്ട് തരുന്നുള്ളൂ. അപ്പോൾ അത് പറയിക്കാൻ വേണ്ടി, അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വോട്ടിംഗ് എന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെ തന്നെയാണ്. ഇതെല്ലാം ഓക്കെ ആയി, ഇതെല്ലാം കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് കോർട്ട് അടുത്തൊരു മേ ബി ഇതിനകത്ത് വീണ്ടും ഒരു ഹിയറിംഗ് ഉണ്ടാവും. അതാണ് പറയുന്നത്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷം മേ ബി ദർ ഈസ് എ ചാൻസ് ഓഫ് അനദർ ഹിയറിംഗ്. ഇവിടെ വായിച്ച് ഇൻഡിപെൻഡന്റ് ഡിവിഷൻ. വൺസ് ദ വോട്ടിംഗ് കൺക്ലൂഡ്സ് ദ വോട്ട് വിൽ ബി വെരിഫൈഡ് ബൈ ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി ഒരാൾ വന്ന് വോട്ട്സ് എല്ലാം നോക്കും. അതിന് വോട്ടെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം റിസൾട്ട്സ് എല്ലാം കോർട്ടിലേക്ക് സെൻഡ് ചെയ്യും. സെറ്റൈ വിൽ ദെൻ മേക്ക് ആൻ അപ്ലിക്കേഷൻ ടു ദ കോർട്ട് ഫോർ ദ സാങ്ഷൻ ഓഫ് അമെൻമെന്റ്. അത് കഴിഞ്ഞ് വോട്ടിംഗ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റൈ ഈ പറഞ്ഞ കോർട്ടിലേക്ക് ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യും. മേ ബി കോർട്ട് അടുത്ത അപ്ലിക്കേഷൻ മേക്ക് ഫർദർ ഡയറക്ഷൻസ് ഓഫ് ദ അപ്ലിക്കേഷൻ, അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം പറയും. മേ ബി അതിന് വീണ്ടും ഒരു ഹിയറിംഗ് വെക്കേണ്ടി വന്നാൽ അതും ആവാം. മേ ബി ഇപ്പം 6 ഓഗസ്റ്റ് കഴിഞ്ഞ് മേ ബി ഒരു മിഡ് ഓഫ് ഓഗസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റിൽ ഇവർ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. മേ ബി കോടതി അന്ന് തന്നെ വേണേൽ വിധി പറയാം, അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് വീണ്ടും ഒരു വിധി പറഞ്ഞിട്ട് അന്ന് ഫണ്ട് കൊടുക്കാൻ പറയാം. അങ്ങനെ സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഫണ്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ ഒരു സംഭവം വന്നേക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ദിവസത്തിന് വെയിറ്റ് ചെയ്യുക. ജൂലൈ 30 അന്നാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. സോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്തൊക്കെയാണ് ഈ വോട്ടിങ്ങിലുള്ളത്. അപ്പോൾ യെസ് കൊടുക്കുകയായിരിക്കും നല്ലത്. സെപ്റ്റംബറിൽ ഫണ്ട് കിട്ടിയ അത്രയും ലാഭം. അത് നോക്കുക, അതിനനുസരിച്ച് എന്താ ചെയ്യട്ടെ. നമ്മൾ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇവർ റീസ്റ്റാർട്ട് ചെയ്താലും ഈ ഒരു പ്ലാറ്റ്ഫോം വീണ്ടും യൂസ് ചെയ്യണോ യൂസ് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ഇവരുടെ ടെക്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ ഇഷ്ടമാണ്. സോ അവരെന്ത് വേണേൽ ചെയ്തോട്ടെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, നമ്മുടെ ഫണ്ട് കിട്ടുന്ന കാര്യം. സോ അത് ആസ് പെർ ഈ ഒരു ബ്ലോഗ് അനുസരിച്ച്, ഈ ഒരു റീസെന്റ് പബ്ലിഷ് ചെയ്തതനുസരിച്ച് ഇതൊക്കെയാണ് വന്നേക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.